യെസ്, നമ്മളിനി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഇന്ന് ഈ ഒരു വാർത്തകൾ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്. RB സനൂപാണ് ചേരുന്നത്. സനൂപ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏവരും ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് തന്നെയായിരിക്കും. ഈ വിവാദ വിഷയങ്ങളിലൊക്കെ എന്താകും മുഖ്യമന്ത്രി മറുപടി പറയുക എന്നറിയേണ്ടതുണ്ട്. അതുപോലെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ADGP അജിത് കുമാറിനെ മാറ്റുന്നതിലും മുഖ്യമന്ത്രിയുടെ നിലപാട് ഇന്നറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 11 മണിക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. വിവാദ വിഷയങ്ങളിൽ മറുപടി പറയാൻ വേണ്ടി തന്നെയല്ലേ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്? എന്താകും ഈ വിവാദങ്ങളോട് മുഖ്യമന്ത്രിയുടെ മറുപടി, സനൂപ്? ദിവ്യ, ഏവരും ഉറ്റുനോക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് 11 മണിക്ക് മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, PV അൻവറിന്റെ ആരോപണങ്ങൾ വന്ന ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നില്ല. ആ സമയത്ത് ഒരു പോലീസ് അസോസിയേഷന്റെ യോഗം കോട്ടയത്ത് നടക്കുന്നുണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് അന്വേഷണം പ്രഖ്യാപിച്ചത് ഒഴിച്ചാൽ പിന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നില്ല. പിന്നെ അദ്ദേഹം കൊച്ചിയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട സമയത്ത് അത് സീതാറാം യെച്ചൂരിക്കുള്ള അനുശോചന സന്ദേശം നൽകുന്നതിന് വേണ്ടിയായിരുന്നു. ഇതിനിടയിൽ ഒന്നും തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിരുന്നില്ല. ഏകദേശം 23 ദിവസത്തോളം അദ്ദേഹം ഈ അൻവറിന്റെ ആരോപണം വന്ന ശേഷം ഈ മാധ്യമങ്ങളെ കണ്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ വിവാദ വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു മറുപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ ADGP എന്തിന് RSS നേതാവിനെ കണ്ടു എന്നുള്ള കാര്യത്തിൽ അതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇതുവരെയായിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നില്ല. അദ്ദേഹം CPM-ന്റെ ഒരു പരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ചെറിയ പരാമർശങ്ങൾ നടത്തിയെങ്കിലും അതിലൊന്നും തന്നെ ADGPയുടെ പേരോ മറ്റോ ഒന്നും തന്നെ പരാമർശിക്കാതെ ഉള്ള ഒരു പ്രസംഗമായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. അതിനോടൊപ്പമാണ് തൃശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ വീണ്ടും ഉയർന്നു വരുന്ന കാര്യം. അത് LDF-നുള്ളിൽ തന്നെ ഈ ചർച്ചകൾ ഉയർന്നു വരുന്നത് വലിയ രീതിയിലുള്ള ആക്ഷേപം CPM-ലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൃശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ എന്തെങ്കിലും പങ്കുണ്ടോ, എന്തുകൊണ്ടാണ് ഇന്നലെ ഈ ഒരു വിവരാവകാശവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൽ അന്വേഷണം ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ള വിവരം വന്നത്? അതിലൊരു DYSP MS സന്തോഷിനെതിരെ നടപടിയെടുത്തെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി, ഗൂഢാലോചന മറ്റും നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നുള്ള ഇത് CPI അടക്കമുള്ള പാർട്ടികൾ തന്നെ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ അന്ന് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന VS സുനിൽകുമാർ അടക്കം രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് വിമർശിച്ചത്. അദ്ദേഹം തന്നെ വിവരാവകാശ നിയമപ്രകാരം ഇതിന്റെ വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള വിവരങ്ങൾ തേടി വിവരാവകാശ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലടക്കം മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. പക്ഷേ പതിവ് ശൈലിയിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും വാർത്താ സമ്മേളനത്തെ സമീപിക്കുക എന്നാണ് അറിയേണ്ടത്. കാരണം തനിക്ക് പറയേണ്ട കാര്യങ്ങൾ ആദ്യം മുഴുവൻ പറഞ്ഞ ശേഷം മാധ്യമങ്ങളുടെ 4-5 ചോദ്യങ്ങൾക്ക് മറുപടി നൽകി അപ്പോൾ ശരി എന്ന് പറഞ്ഞു പോകുന്ന ഒരു ശൈലിയാണെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക്, ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുമോ എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. ഈ വിജിലൻസ് അന്വേഷണം അടക്കം ADGP MR അജിത് കുമാറിനെതിരെ നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ ഇതുവരെയായിട്ടും മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ആ ചോദ്യവും ഉയർന്നു വരും. അതുകൊണ്ട് തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ ഒരുപക്ഷെ MR അജിത് കുമാറിനെ മാറ്റി നിർത്താൻ വേണ്ട എന്തെങ്കിലും തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുമോ? സനൂപ്, ഇവിടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നതിലപ്പുറം വലിയ സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേൽ ഉണ്ട് എന്നതാണ് വാസ്തവം. കാരണം PV അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇത്രയും ദിവസമായിരിക്കുകയാണ്. പലപ്പോഴായി മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെല്ലാവരും ADGPയെ മാറ്റണമെന്ന ആവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നു, മുന്നണി യോഗത്തിലൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അന്വേഷണ റിപ്പോർട്ട് വരെ കാത്തിരിക്കണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി വഴങ്ങി ഒരു നടപടിക്കൊക്കെയുള്ള ഒരു സാധ്യതയുണ്ടോ? മുഖ്യമന്ത്രിയുടെ കാര്യമാണ്. ഇത്രയും വിവാദങ്ങൾ വന്നിട്ട് പോലും അദ്ദേഹം MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നടപടിയാണ് തുടർന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തായാലും MR അജിത് കുമാറിന് ഒരു നടപടിക്ക് സാധ്യതയുണ്ടോ എന്ന് പറയാൻ കഴിയുള്ളൂ. വലിയ വിവാദം LDF യോഗമൊക്കെ ഇതിനിടയ്ക്ക് നടന്നായിരുന്നു. അന്നും CPI-യും RJD-യും ഉൾപ്പെടെയുള്ള പാർട്ടികൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയിരുന്നു MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന്. പക്ഷെ അപ്പോഴൊന്നും തന്നെ അദ്ദേഹം അതിന് വഴങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് അദ്ദേഹം വഴങ്ങിക്കൊണ്ട് MR അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റുമോ എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ അതിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല.
മറ്റൊരു കാര്യം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരെയും അന്ന് അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതുവരെയായിട്ടും അതിനുശേഷം പി വി അൻവർ പറഞ്ഞ ഈ പി ശശിക്കെതിരായിട്ടുള്ള ആരോപണത്തിൽ തന്നെ ഒരു മറുപടിയും വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും തീർച്ചയായിട്ടും ഇന്ന് ഉണ്ടാകും. അതിനോടൊപ്പമാണ് ഇതിനിടയിൽ പുറത്തു വന്ന വയനാടുമായി ബന്ധപ്പെട്ട പുനരധിവാസവും അതിന്റെ ചെലവും മറ്റുമൊക്കെ വഹിക്കേണ്ട സത്യവാങ്മൂലം ഹൈക്കോടതി സമർപ്പിച്ചത് പുറത്തു വന്നത്. അതിൽ വലിയ രീതിയിലുള്ള വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം. കാരണം വയനാട് പുനരധിവാസത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അത് ആദ്യം അതിന്റെ വസ്തുത പോലും മനസ്സിലാക്കാതെയാണ് അത്തരം വിവരങ്ങൾ പുറത്തു വന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് മാധ്യമങ്ങളെ അടക്കം രൂക്ഷമായിട്ടുള്ള വിമർശനം മാധ്യമങ്ങൾക്ക് നേരിടേണ്ടി വരും. ആ കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. ദിവ്യ, യെസ്, അങ്ങനെയുള്ള മറുപടികളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ മുഖ്യമന്ത്രി എന്താകും പറയുക, ഇതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് നമുക്ക് എന്തായാലും വാർത്താ സമ്മേളനം വരെ കാത്തിരിക്കാം. ജനങ്ങളും ഈ രീതിയിൽ, പ്രേക്ഷകരും ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ വിലയിരുത്തുന്നത്. കാരണം മുഖ്യമന്ത്രി ഒന്നും ഉരിയാടാൻ പോകുന്നില്ല എന്ന് രസനി പറയുന്നുണ്ട്. കാരണം മിക്കവാറും ഈ വിവാദങ്ങളിലൊക്കെ മറുപടി പറയാൻ മുഖ്യമന്ത്രി എത്തിയാലും മാധ്യമപ്രവർത്തകരുടെ പല ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറയാറില്ല എന്നത് തന്നെയാണ് വസ്തുത. വളരെ ഒരു ഒഴുക്കൻ മട്ടിൽ എന്തെങ്കിലും മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോകും ചെയ്യാറുള്ളത്. അത് തന്നെ ഇന്ന് സംഭവിക്കുമെന്ന വിലയിരുത്തലാണ് പ്രേക്ഷകർക്കും ഉള്ളത്.